നൌഷാദിനോടുള്ള ആദരസൂചകമായി ഒരാഴ്ചത്തെ പാർലമെന്റ് സിറ്റിംഗ് ഫീസ് കണ്ണൂർ എം പി ശ്രീമതി ടീച്ചർ നൌഷാദ് സഹായ നിധിയിലേക്ക് നൽകും. നൌഷാദിന് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം നൽകണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ള ഒരു കടമ ഓരോരുത്തർക്കുണ്ട് എന്നുള്ള ആ ഒരു പാഠമാണ് ഇതിലൂടെ നൌഷാദ് കൊടുക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ കൈരളി പീപ്പിൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുത്തത് വളരെയേറെ അഭിനന്ദനാർഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പീപ്പിൾ കൈരളിയെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഒരാഴ്ചത്തെ എൻ്റെ സിറ്റിംഗ് ഫീ എന്നുള്ള നിലയിൽ 10,000 രൂപ ഞാൻ നമ്മുടെ ഈ നൌഷാദിൻ്റെ കുടുംബസഹായ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം ആ കുടുംബത്തിന് വേണ്ടി എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നുള്ളൂ. പാർലമെന്റ് സമ്മേളനത്തിനായി ദില്ലിയിലാണ് കണ്ണൂർ എം പി. സമാനതകളില്ലാത്ത ജീവത്യാഗമാണ് നൌഷാദ് നടത്തിയതെന്ന് ശ്രീമതി ടീച്ചർ ചൂണ്ടിക്കാട്ടി. നൌഷാദിന് രാഷ്ട്രപതിയുടെ പരമോന്നത പുരസ്കാരം തന്നെ നൽകണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. നൌഷാദിൻ്റെ മരണം എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു മരണമായിട്ട് ആരും കാണുന്നില്ല. ജീവത്യാഗം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു അറിഞ്ഞുകൊണ്ട്. ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവാർഡ്, മരണാനന്തരം ബഹുമതി എന്നുള്ള നിലയിൽ ലഭിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അവാർഡ്, അദ്ദേഹത്തിന് ബഹുമതി അവാർഡ് എന്നുള്ള നിലക്കല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അതിന് അർഹതയുണ്ട്. നമ്മുടെ നൌഷാദിൻ്റെ കുടുംബത്തിന് സമർപ്പിക്കണം എന്നുള്ളതാണ്. നൌഷാദിൻ്റെ പേരിൽ നൌഷാദിൻ്റെ കുടുംബത്തിന് അത് സമർപ്പിക്കണം, അതിന് കഴിയണം. ന്യൂസ് ബ്യൂറോ, ദില്ലി.